ഇന്നലെ ബിരിയാണി വെച്ച ചെമ്പും പാത്രവും അതുപോലെയുണ്ട്. തക്കോടിയും കയറ്റി കെട്ടി ഞാനങ്ങിറങ്ങി ചെമ്പും പാത്രവും കഴുകാൻ. തലേ ദിവസം മോളുടെ പിറന്നാളായതുകൊണ്ട് തന്നെ കുറെ തുണികൾ കഴുകാനുണ്ടായിരുന്നു. ഭാര്യ അതൊക്കെ കഴുകിക്കൊണ്ട് വിരിക്കാൻ പോകുന്ന തിരക്കിലാണ്. അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ അവരെ സഹായിക്കാതിരിക്കാൻ തോന്നുന്നേ. ചെമ്പും പാത്രം കഴുകി വെച്ച് കഴിഞ്ഞ് ഭാര്യ കഴുകി വെച്ച് തുണി എടുത്തുകൊണ്ട് വിരിക്കാൻ പോയി. അതവൾക്ക് ഒരുപാട് സന്തോഷമായി. നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും. ഒപ്പം നമ്മൾക്ക് മനസ്സമാധാനവും. തുണി വിരിച്ചു വന്നപ്പോ അടുക്കളയിൽ പാചക ബഹളം. ഇത് കണ്ടപ്പോ ഒരാഗ്രഹം. പതിയെ ചെന്ന് ഭാര്യയോട് ഗൽബേ കരൽക്കറി വെച്ചാലോ. പറയേണ്ട താമസം ആശാദ്യം മാറി തന്നു. കരലെടുത്ത് നുറുക്കി കഴുകി വൃത്തിയാക്കി. അതിലേക്ക് ആവശ്യമായ സവാളയുടെ അനുജൻ കൊച്ചുള്ളിയോട് മല്ലിട്ട് അതും റെഡിയാക്കി. വൃത്തിയാക്കിയ കൊച്ചുള്ളി ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ടു. അതിലേക്കായി കുറച്ച് ഇഞ്ചി ചുരണ്ടി അതും ചതച്ചിട്ടു. പച്ചമുളകിന്റെ തലയെടുത്ത് പീസാക്കിയതും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതും ചതച്ചത് എല്ലാം സെറ്റാക്കി വെച്ച് പണി തുടങ്ങി. അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാക്കി. ആ ചൂടായ ചട്ടിയിൽ അല്പം നാളികേരത്തിന്റെ ഓയിൽ വീത്തി കാത്തിരുന്നു. അതും ചൂടാകുന്നത് വരെ. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ടു. അടുത്തയാള് കുനുകുന അരിഞ്ഞ സവാള. മൂപ്പരെ അതിലേക്ക് ചാടിച്ച് പാകത്തിന് ഉപ്പുമിട്ട് ഇളക്കോട് ഇളക്കാൻ. ഇളക്കി ഇളക്കി കളർ മാറിയപ്പോൾ തല കളഞ്ഞ കീറിയ മുളകും ഒരു കാര്യമില്ലാത്ത കരിയേപ്പില ഇട്ടു കൊടുത്തു. അപ്പോഴേക്കും ഉമ്മ എത്തി അതങ്ങ് ഏറ്റെടുത്തു. എന്താ ചെയ്യാ, എന്തായാലും കരൽ കറി വെക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചാണ്. അത് നടന്നില്ല.